ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുത്ത് തൻ്റെ മക്കളാക്കി തീർത്ത ദൈവത്തിൻ്റെ കൃപ ഒരിക്കൽ കൂടി ഓർക്കുവാൻ കർത്താവ് തന്ന ഈ മനോഹരമായ സമയത്തിനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ സൗഖ്യമില്ലാതിരുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവ് കൊടുത്ത വിടുതലിനും ആരോഗ്യത്തിനുമായി കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. Some of our dear ones are still sick in their body. Let us continue to uphold them in our prayers. നമ്മുടെ പല പ്രിയപ്പെട്ടവരും ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരായിട്ടുണ്ട്. കർത്താവ് അവരെല്ലാം സൗഖ്യമാക്കേണ്ടതിന് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ 2 പേര് കംബോഡിയയിലേക്ക് പോയിട്ടുണ്ട്. സിസ്റ്റർ ആനി ആൻഡ് സിസ്റ്റർ ആബി. Let us uphold them in our prayer along with our dear Brother Monsi. God gave them a very good travel time and they reached their destinations. And I heard great news already from that part of the world. ആ രാജ്യത്ത് ദൈവം ചെയ്യുന്ന ദൈവ പ്രവർത്തികൾക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. Thank God that some of our young ones went there to witness what the Lord is doing in that place. I heard that they tried to close the people who can attend the camp, but there is an overflowing crowd coming in. So let us continue to uphold them in our prayers. Maybe we are not there with them, but we can be with them in prayer and in spirit. Hallelujah. In the coming few days, hallelujah, as they minister, I pray that God will use them mightily. Before they left, I had the privilege of praying for them. And this is what I prayed over them, saying that when they touch, people are going to be healed. Amen. Amen. Can you see that? Hallelujah, this morning. Hallelujah, when Abby and Annie touch, hallelujah, sick bodies, instead of them becoming sick, hallelujah, they can transfer the healing power of Jesus Christ over those frail bodies. നമ്മുടെ കുഞ്ഞുങ്ങൾ കരങ്ങൾ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം ആവശ്യമുള്ളവർ, വിടുതൽ ആവശ്യമുള്ളവരെ, ഹല്ലേലൂയ, അത് അനുഭവിക്കുമെന്ന് ബോധ്യമുള്ളവരെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. This morning I'm so thrilled to be in the presence of God with all of you. Many of our dear ones are traveling and attending the AG conference that is taking place in Houston. The same God is in our midst this morning. അവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിയും ദൈവ സാന്നിധ്യവും നമ്മുടെ മധ്യത്തിലുമുള്ളതോർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. അവിടേക്ക് കടന്നുപോയിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും ക്ഷേമത്തോടെ മടങ്ങി വരുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിന്നെയും നമുക്കവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹീതമായ ഒരു കോൺഫറൻസ് ആണല്ലോ അവിടെ നടന്നു വരുന്നത്. കർത്താവ് ഇത്രത്തോളം കൊടുത്ത എല്ലാ കൃപകൾക്കായും സ്തോത്രം ചെയ്യാം. It is also an answer of prayer. നമ്മളൊക്കെ ദീർഘനാളുകളായി ആ കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിച്ചു വരികയായിരുന്നല്ലോ. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. തിരുവചനം നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥനയോടെ ദൈവാസന്നിധിയിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. Let's turn our attention to the book of John, chapter 14, verses 14 through 17. Book of John, chapter 14, verses 14 through 17. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ.
Yes. Madi. Madi. In English it says, ask me anything in my name. Ask me anything in my name, I will do it for you. ഇന്ന് രാവിലെ നമ്മളത് വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞത്, I will do it. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിക്കാത്തതിന് ഒരു റീസൺ എന്താണെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ യാചിക്കായിക കൊണ്ട് ലഭിക്കുന്നു. Because you are not asking, you are not receiving. ചോദിക്കാൻ ഇന്ന് പകൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഉണ്ടോ? നമ്മൾ പലരുടെയും കാര്യം പറയുന്ന കൂട്ടത്തിൽ കർത്താവിനോടുകൂടെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെങ്കിൽ നമ്മൾ ഈ വിഷമിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു അറുതി ഉണ്ടാകും. Praise the Lord. Praise the Lord. We are living in a very technologically advanced world. There was a time that IT engineers were the big stars. But today, if you wanted to advance, you need to know prompts. Prompt engineering is the most sought after profession nowadays. If you know how to write prompts, you can land in a very good job, very cushy job, make a lot of money. The Bible also is asking us to do that prompting. And there is a response. There is a responding power that will do the prompting that we can experience in our lives. That is what we read in the book of John chapter 14. When we read the first book of the Bible, the very first chapter, the very first few verses. Would you please read those two verses from the book of Genesis chapter 1 and verses 1 through 2, please. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. Yes. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. Yes. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. Yes. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എന്തിനാ അവിടെ ഒരു പരിവർത്തനം നടന്നേ? In English it says that the Spirit of God was hovering over, brooding over the universe. Right before that, what we read, that it is totally blank. There was nothing. But as soon as we read in the verse 2, we can see that scenario is going to change. Out of nothing, there is something great is happening. And it is the work of the Holy Spirit. ഈ ബ്രൂഡിംഗ് എന്ന് പറയുന്ന പദം മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് എന്നാണെന്നറിയാമോ? പരിവർത്തിച്ചുകൊണ്ടിരുന്നു.
പക്ഷെ ബ്രൂഡിങ് എന്ന് പറയുന്ന ആ പദത്തിന്റെ ശരിയായ അർത്ഥം എന്നാ? അടയിരിക്കുക എന്നല്ലേ. ഒരു കോഴി മുട്ടയുടെ മുകളിൽ കയറി അതിനെ കവർ ചെയ്തിരിക്കുന്നതിനെ കുറിച്ചാണ് ബ്രൂഡിങ് എന്ന് പറയുന്നത്. മുട്ട അട വയ്ക്കുക, വെരി സിമ്പിൾ. അത് തന്നെയാണ് പരിശുദ്ധാത്മാവ് ചെയ്തത്. ഒരു കോഴി മുട്ടയുടെ മുകളിൽ കയറിയിരിക്കുമ്പോ എന്നാ സംഭവിക്കുന്നത്? There is new life created, isn't it? നമുക്ക് വേണേ പൊരിച്ച് കഴിക്കാം, പക്ഷെ അതേ മുട്ട അതിന്റെ മുകളിൽ ഒരു കോഴി കയറിയിരുന്ന, ഇപ്പൊ അതിനേക്കാളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരിപാടികളൊക്കെ, ഹാച്ചിങ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഇറ്റ് ഈസ് ദ സെയിം തിങ് ദാറ്റ് ദിസ് hen was doing over centuries, isn't it? അപ്പൊ അതുവരെ ഇല്ലാതിരുന്ന ചിലത് ഉണ്ടാകുന്നതാണ് ഈ ബ്രൂഡിങ്ങിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ എൻ്റെ മേൽ, നിങ്ങളുടെ മേൽ ആ ബ്രൂഡ് ഓവർ ചെയ്യുന്ന, നമ്മളെ കവർ ചെയ്യുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം അനുഭവിച്ചിട്ടേ ഇവിടുന്ന് പോകാവൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ഇന്ന് പകൽ ഞാൻ നിങ്ങൾ പറഞ്ഞേക്കാം, പാസ്റ്ററെ എന്റെ ജീവിതം ശൂന്യമാണ്, എന്റെ ജീവിതത്തിൽ ഒന്നും എടുത്തു പറയാനില്ല, നന്മകളൊന്നും പറയാനില്ല, ദീർഘനാളായി പ്രാർത്ഥിക്കുന്നു, മറുപടി ഒന്നുമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, forget about all those nothingness, forget about that emptiness that is experienced in our life. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ആ emptiness, ശൂന്യതകൾ മാറുവാൻ എന്താ മാർഗം? നമ്മളെ അങ്ങനെ ശൂന്യതയെ വിടാനൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ തനിയെ പോലും വിടാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് രാവിലെ ഹാബിയോടും ജിജിമോളോടും ചോദിച്ച പറയും, ഹാബിയെ തന്നെ വിടാൻ ഞങ്ങൾക്ക് മനസ്സില്ലായിരുന്നു, അല്ലേ? അവരുടെ കൂടെ നന്നായിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലും they still feel that it is not right for them to leave them alone. They wanted to go with them. അതിനേക്കാൾ എത്രയോ വലിയ സ്നേഹമാണ് ദൈവത്തിന് നമ്മളോടുള്ളത്. ഞാനും നിങ്ങളും തനിയെ ആയിരിക്കുന്നുവെന്ന് നമുക്ക് തോന്നുമ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ, ഹല്ലേലൂയ. ശൂന്യതകളെ ഓർത്ത് നിങ്ങളും ഞാനും ഭാരപ്പെടേണ്ട, ഇല്ലായ്മകളെ ഓർത്ത് ഹല്ലേലൂയ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കുന്നില്ല എന്നോർത്ത് നിരാശപ്പെടേണ്ട. പകരം കർത്താവിനോട് കാര്യം പറയാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ ഒരു ശബ്ദം ഉയർത്താൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, the Holy Spirit will do what he is supposed to do. Hallelujah. നമ്മുടെ കർത്താവ് അത് ചെയ്യുവാൻ വിശ്വസ്തൻ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. What we started reading this morning was, ask me anything in my name, I will do it for you. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കാനുള്ള പ്രോംപ്റ്റിങ് നടത്തുന്നയാളാണ്. നമ്മളെ ഒന്നുകൂടി ഒന്ന് ഉത്സാഹിപ്പിക്കുന്നയാളാണ്. ഇന്ന് രാവിലെ എനിക്കറിയത്തില്ല നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്. നിങ്ങൾ ഭാരത്തോടെയോ സങ്കടത്തോടെയോ നിരാശയോടെയോ ഒക്കെയാണ് വന്നിരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം നമ്മളെ എങ്ങനെ വിടാനായിട്ട് ദൈവത്തിന് ഒരു പരിപാടിയുമില്ല. If you come with a lot of questions, you may have a lot of things that is going on in your life, making it stressful. Hallelujah. Remember, there is, hallelujah, somebody who can take care of it all. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും നിർവഹിച്ചു തരുവാൻ കഴിയുന്നവൻ, ഹല്ലേലൂയ, അങ്ങനെ ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം.
read the book of Judges, chapter 6, there we can see a man who said, I have no idea what I'm going to do with my life. I may have to hide. I may have to live in fear. I may have to run away. A lot of things were going on in his life. And we read in the book of Judges chapter 6 that God is addressing him in a certain way. God is calling him some names. And he is telling and prompting and encouraging, pushing him to do certain things. ഞാൻ ശത്രുവിനെ പേടിച്ച് ഭയന്ന് ഒളിച്ച് ഓടി എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ച് ജീവിക്കുകയാണെന്ന് പറയുന്ന ഒരു മനുഷ്യനോടാണ് കർത്താവ് ഇടപെടുന്നത്. I don't have all the time to go into details, so I'm just going to say a few things and move on. If you read from verse 1 on, we can see that the entire nation, the nation of Israel, is in a very perilous time. Verse 2 says that Midianites were so cruel. Even they don't have any safety in the hiding place. ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ഒളിച്ചിരിക്കുന്ന ഇടത്ത് പോലും അവർക്ക് യാതൊരു സുരക്ഷിതത്വവുമില്ല. They will do anything and everything against this people. Verse 3 says, whenever Israelites planted their crops, the Midianites and the Amalekites and the people from the east would attack Israel. നോക്ക് എത്ര സങ്കടകരമായ നിരാശ ഉളവാക്കുന്ന ഒരു സാഹചര്യമാണ്. എവിടെയെങ്കിലും പോയി പാത്തിരിക്കാമെന്ന് വിചാരിച്ചാൽ എന്തായാലും രക്ഷയുണ്ട്. അവിടെയും വന്ന് ഉപദ്രവിക്കുന്ന ചിലർ പറയാറുണ്ട്, ഞാൻ ഈ പിശാചിനോടൊന്നും അധികം ബന്ധപ്പാടൊന്നും പോകത്തില്ല, കാരണം അവൻ വന്ന് എന്നെ ഉപദ്രവിക്കണ്ട. ചിലർ പ്രാർത്ഥിക്കത്തില്ല. ഒരു രോഗിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പറയും, എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഇത് വല്ല പൈശാചിക വ്യാപാരമാണോ എന്ന് അറിയത്തില്ല, അത് എന്നെ എൻ്റെ പിള്ളേരെ ശല്യം ചെയ്യാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊന്നും അല്ല തിരുവചനത്തിൽ നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ പറഞ്ഞ ഒരാളിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഗിദെയോനോട് ചോദിച്ചാൽ പറയും, I don't care about what is going on with other people's lives. I wanted to save some if I can. മറ്റുള്ളവർ എങ്ങനെ പോകുന്നു എന്നുള്ളതൊന്നും എനിക്ക് വിഷയമല്ല. എങ്ങനെങ്കിലും ഒരല്പം എനിക്ക് സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ, എൻ്റെ കാര്യം ഒന്ന് നേരെയാക്കാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യുകയാണ് എന്ന് പറയാം. വളരെ രസകരമായ ഒരു ഭാഗമാണ് നാം ഈ 6-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വായിച്ചു.
മതി. ഇവന്റെ ഈ പേര് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാണേ. Two names are mentioned in verse 11. Verse 11 says, which belonged to Joash of the clan of Abiezer. ഗിദെയോൻ എന്ന ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം. ഇവന്റെ അപ്പനും അമ്മയും ഇവനിട്ട പേര് വാരിയർ, യുദ്ധം ചെയ്യുന്നവൻ, ജയിക്കുന്നവൻ എന്നൊക്കെ. അപ്പനും അമ്മയിട്ട പേര് സ്വർഗം ശരിവെച്ചെങ്കിൽ അവരിതുവരെ ശരിവെച്ചിട്ടില്ല. ഗിദെയോനും ചെയ്തിട്ടില്ല. നമുക്ക് അങ്ങനെയല്ലേ വായിക്കും നമ്മൾ. Even though he was named as a warrior, he never accepted that mission that was given to him. എന്റെ അപ്പന്റെ പേരൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പന്റെ പേരെന്താ പറയണം? എന്താ ജോവാസ് എന്ന് പറഞ്ഞ ആ പദത്തിന്റെ അർത്ഥം തന്നെ, പേരിന്റെ അർത്ഥം തന്നെ? God Almighty is the strong one. സർവശക്തനായ ദൈവം എന്ന് വിളിക്കുന്നവന്റെ മോനെ പരാക്രമശാലിയാക്കി യോദ്ധാവാക്കി ദൈവം അഭിഷേകം ചെയ്തിരിക്കുക. ഇന്ന് രാവിലെ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉള്ളപ്പോൾ തന്നെ നമുക്കൊന്നും ഫീൽ ചെയ്യണമെന്നില്ല. സ്വർഗം ഇവനെ എന്താ ചെയ്തെന്നറിയാമോ? ഇവനെ ഒരു യോദ്ധാവാക്കിയിരിക്കും. God anointed him as a warrior to deliver the people of God. And his father's name is God Almighty, so strong. നമ്മൾ വിചാരിക്കുന്ന ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പേരുകളും സാഹചര്യങ്ങളും ഒക്കെ ചുമ്മാ അതിങ്ങനെ ഒരു അങ്ങനെയൊക്കെ ആയതാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് പേരിടുമ്പം നമ്മുടെ ആദ്യത്തെ അക്ഷരവും നമ്മുടെ ഭാര്യയുടെ അവസാനത്തെ അക്ഷരവും ഒക്കെ ചേർത്തല്ലേ ഇടുന്നത്. പക്ഷെ ഈ നമ്മൾ കാണുന്ന ബൈബിളിലെ എല്ലാ പേരുകളുടെയും പുറകിൽ ഒരു ചരിത്രം. ഇനി ഇവൻ എവിടെയാ ഇരിക്കുന്നത്? എവിടെ ഇരുന്നെന്ന് നമ്മൾ വായിക്കുന്നതെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഓഫ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. This guy, Gideon, is sitting in a place called Ophrah. Do you know what the meaning of that name? It's a dusty place. ഒത്തിരി പുകപടലങ്ങളുള്ള, ഒത്തിരി ഡസ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലം. നമ്മൾ ആരെങ്കിലും അവിടെ പോയിരിക്കും? നമുക്കാണെങ്കിൽ ഇപ്പം എന്തെല്ലാം അലർജികളല്ലേ, വെളിയിലോട്ട് തല കാണിക്കാൻ പറ്റത്തില്ല. ആ പരുവത്തിൽ നമ്മളായിരിക്കുക. നമ്മൾ സ്പ്രിംഗ് ടൈമിൽ പറയും അത് എല്ലാം കൂടെ പൂക്കുന്നത് കൊണ്ട് നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞാൽ പറയും ചൂട് കൂടി, അതുകൊണ്ട് ഇപ്പം വെളിയിൽ ഇറങ്ങാൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഈ മനുഷ്യൻ എവിടെയായിരുന്നേ? He was sitting in a very dusty place that may not be good for your heart. എന്നാലും വേണ്ടില്ല, ഇവന്റെ ലക്ഷ്യം എന്നാണെന്ന് അറിയാമോ? Somehow or other I need to keep a little. ഈ ഡസ്റ്റി പ്ലേസിൽ ഇരുന്നാലും വേണ്ടില്ല. ഇങ്ങനൊക്കെ ആണെങ്കിലും സാഹചര്യമൊക്കെ മോശമാണെങ്കിലും ഒരുപക്ഷെ അതുകൊണ്ട് മറ്റവർ വരാതിരുന്ന, if the enemy can be stopped because of the dust that is around him, that may be another cover for him. Why did I tell you all these things? Because we need to remember God's way of doing things. ഇന്ന് പകൽ ഞാനും നിങ്ങളും ഓർക്കണം,
There is a purpose behind you to be in darkness. There is a purpose of God behind where God has placed you. There is a purpose behind where you are working. And we need to realize that, and we need to ask the Holy Spirit, Lord, why am I here in this place? What is my purpose? Don't go there to do 8 to 5. Rather, there is an anointing that comes with you at your workplace. And there are people who need a deliverance through your presence and your ministry. And we need to realize that. If you are a working person and going to work tomorrow, remember, God sent me with an anointing so that I should be able to do what you want me to do. ഇവിടെ അപ്പന്റെ പേര് ദൈവം സർവശക്തൻ, മോന്റെ പേര് ഭാര്യർ. ഇവനെ ഇപ്പൊ എവിടാ നിൽക്കുന്നേ? He is in the midst of dust. He is hiding. He is fearful. He is somehow wanted to save a little bit for himself. And there is an exchange between two people. One is, of course, Gideon. And who is the other person? The angel of the Lord. മിക്ക ദൈവദാസന്മാരും ദൈവവചനത്തിൽ പാണ്ഡിത്യമുള്ളവരും പറയുന്ന ദൈവ സാന്നിധ്യം തന്നെയായിരുന്നു. Jehovah God was there with him. നമ്മൾ പഴയ നിയമത്തിലും മറ്റും വായിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ എന്ന് പറയുന്നിടത്ത് മിക്കവാറും തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാന്റെ സാന്നിധ്യം തന്നെയാണുള്ളത്. ഞാൻ അതിലേക്ക് ഇന്ന് രാവിലെ പോകുന്നില്ല. നമ്മൾ വായിക്കുന്ന മറ്റൊരു കാര്യം, verse 12 says, where is all the miracles if God's presence is here? Where is all God's words in our midst? Our ancestors told us that God is an almighty one who can do anything and everything. That is the response came out of the mouth of Gideon. What was God's mission to him? Verse 12 says, the angel of the Lord appeared to him and said. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഈ മാജിക് വാൻഡ് വെച്ച് ഇങ്ങനെ കറക്കുന്ന ഉടനെ ഒരു ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത് അറിയാം? ദൂതൻ ഓൾറെഡി എവിടെ ഇരിക്കുന്നത്? കരുവേലകത്തിന്റെ അടുക്ക നിൽപ്പുണ്ട്. കുറെ നേരമായിട്ട് ദൂതൻ എന്തോ ചെയ്തോണ്ടിരിക്കുക? ഇവനെ വാച്ച് ചെയ്തോണ്ടിരിക്കുക. ഇന്ന് രാവിലെ അവന്റെ കണ്ണ് എന്റെ മേലുണ്ടെന്ന് ബോധ്യമുള്ള എത്ര ദൈവമക്കൾ നമ്മുടെ ഞരക്കങ്ങൾ അറിയുന്നവർ. ഇന്ന് രാവിലെ നിന്റെയും എന്റെയും ദീർഘനിശ്വാസം ഹല്ലേലൂയ ഈ നെഞ്ചിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ ജീവിതത്തിൽ നിലവിളിയുണ്ടെങ്കിൽ കേൾക്കുന്ന ഒരുവനുണ്ട്, ഇല്ലേ? അവരുടെ ഹല്ലേലൂയ നിലവിളിക്ക് അവന്റെ ചെവി എന്ത് ചെയ്തിരിക്കുന്നെന്നാ? അടഞ്ഞിരിക്കുന്നെന്നാണോ നാം വായിക്കുന്നത്? തുറന്നിരിക്കുന്ന ഒരു ചെവി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, നീയും ഞാനും ആരാധനയിലിരിക്കുന്നത് വാച്ച് ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. There is a God who is watching. Hallelujah. When you are attending this worship service this morning,
And he wanted to commission you for a great work. Hallelujah. Anoint you as a warrior for the Lord. നമ്മളവിടെ വായിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് പരാക്രമശാലിയെ യഹോവ നിന്നോട് കൂടെയുണ്ട്. പക്ഷേ അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ the Holy Spirit clothed him. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പേ ഈ ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടു. ഈ ജാക്കറ്റ് ഇട്ടതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരു ദൈവ പൈതലിനോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്തോ? മനസ്സിലായത്? സ്തോത്രം പറയാമോ? If I put this jacket over my body, that is how the Holy Spirit clothed Gideon. അവൻ ഈ കോട്ട് പോലെ, നമ്മുടെ ഈ സൂട്ട് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഇട്ടേക്കുന്ന വസ്ത്രം പോലെ, നമ്മുടെ സാൽവാർ പോലെ നമ്മളെ പൊതിയാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് ഇവന്റെ മേൽ ക്ലോത്ത് ചെയ്തിട്ടുണ്ടെന്ന് ആർക്ക് ബോധ്യമില്ല? ഗിദെയോന് ഒരൈഡിയയുമില്ല. ചിലരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ പരിശുദ്ധാത്മാവ് വരുമ്പോഴേ നമ്മൾ ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. Holy Spirit is not a feeling. That is not how the Holy Spirit works. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന നമ്മുടെ ഫീലിംഗ് അല്ല. നമ്മൾ ഒന്നും ഫീൽ ചെയ്യാത്തപ്പോഴും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടായി. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ. ഈ പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടു. അപ്പോ ഇവൻ എന്നാലും അവിടെ ഫീൽ ചെയ്തോ പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ടെന്നല്ലോ? എന്താ നമ്മളവിടെ വായിക്കുന്നറിയാം? ഇവനൊരു വിടുതലുണ്ടായത് പോലും അവന് മനസ്സിലായില്ല. ഇവന് കിടന്നിടത്തുനിന്ന് വെളിയിൽ വന്ന് ചെവിക്കുന്നുള്ളിയാ കണ്ടുപിടിച്ചത് I'm out of the prison. ഇവൻ ഒരിക്കലും അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. ഇവന് പിറ്റേ ദിവസം എന്റെ കാറ്റ് പോകുന്ന കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. നാളെ രാവിലെ ചാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കിടന്നുറങ്ങാൻ എങ്ങനെ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ പത്രോസ് അവിടെ കിടന്ന് സുഖമായി ഉറങ്ങി. But that didn't stop the Holy Spirit in working. That didn't stop his deliverance. ഇന്ന് പകൽ കർത്താവേ, എനിക്ക് ഒരു ഫീലിംഗും ഇല്ല, നീ എൻ്റെ കൂടെ ഉണ്ടെന്നുമില്ല, പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിലുണ്ടെന്നുമില്ല. പാസ്റ്റർ ഇപ്പൊ പറഞ്ഞത് കോട്ടിട്ടേക്കുന്ന പോലെ, ഞാൻ ഉടുപ്പിട്ടേക്കുന്ന പോലെ ഒക്കെയാ പരിശുദ്ധാത്മാവ് എൻ്റെ മേലുള്ളതെന്നൊക്കെയാ. പക്ഷെ എനിക്കങ്ങനെ ഒരു ഫീലിംഗും ഇല്ല എന്ന ചിന്തയോടെയാണ് ഇന്ന് രാവിലെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പായിട്ട് പറയാം. നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒരു നിമിഷം പോലും മാറി നിൽക്കാത്ത ഒരാളാണ് നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. I will never leave you or forsake you. നമ്മൾ ആശുപത്രി കിടക്കയിലായിരിക്കുമ്പോഴും ആര് കൂടെ ഉണ്ട്? Few years back I had a first ever experience admitted in the hospital. And I didn't know whether it is daytime or nighttime, because I was under heavy sedation. My pain was so unbearable. They kept me with a lot of pain medication. Many people come and go, and I didn't know who came and who left. After several days,
they tried to put it down, all the pain medication. And I realized that I couldn't be able to breathe well. My stomach was very much disturbed, and I couldn't even take a deep breath. And the next doctor came and told me, we can put another tube into you so that you can feel a little better. And I asked him, what is my other option? He said, we can continue to put you on the pain medication on demand, and if you can walk around, maybe it will help. But I met with a physician who was willing to heal me without any side effect. I took that IV stand and started walking in the corridors of that hospital. And I declared every verse of healing from the Word of God throughout the night. By morning, I could be able to breathe. I could be able to stand up. I turned off all the pain medication. By evening, I went back home. Praise the Lord. Praise the Lord. Do you know why I'm sharing this experience of mine with you? Because the same God who was clothing Gideon is real, and he is still working. Hallelujah. Hallelujah. Glory to God. Hallelujah. And I went back home with a lot of medication. Thank God that it is all weaned off, and I'm still taking a little bit maintenance medications. That's all. Many days I don't take that medication either. Our God never leaves. He will never leave us alone. ഇന്ന് രാവിലെ കർത്താവേ, എനിക്ക് നിന്റെ സാന്നിധ്യം അറിയാൻ പറ്റാത്തപ്പോഴും നീ എൻ്റെ കൂടെ. ഇന്ന് രാവിലെ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം റിയൽ ആണെങ്കിൽ അതിനേക്കാൾ റിയൽ ആണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് ബോധ്യമുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. And I see warriors in front of me. നിങ്ങളും ഞാനും പറഞ്ഞേക്കാം, a lot of things are happening in this country. A certain religious faction is trying to take over this nation. They are trying to bring their own ideology into our neighborhoods. But remember, hallelujah, there is, hallelujah, the Almighty God. The Joash's God is with you, hallelujah. Nobody can stop him, hallelujah, because you are anointed as a warrior, hallelujah. Nobody can stop you. Nobody can come into your camp. And that is the promise of God in your life. Hallelujah. Glory to God. Verse 14. 14ാമത്തെ വാക്യം. Yes. I am the one sending you. Then the Lord turned to him and said, go with the strength you have. നമ്മൾ മുമ്പേ കണ്ടു, he didn't have any feeling that he had the strength. ഇന്ന് രാവിലെ നിങ്ങളുടെയും എൻ്റെയും സ്ഥിതി അങ്ങനെയാണെങ്കിൽ don't worry about it. ഞാൻ അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ കാര്യം മാത്രം പറയാം, പുതിയ നിയമത്തിലെ കാര്യം കൂടെ പറയാം. പത്രോസിന് അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല. ദൈവസാന്നിധ്യം അവൻ്റെ അടുക്കലുണ്ടെന്ന്. ദൈവസാന്നിധ്യം അവൻ്റെ അടുക്കുണ്ടെങ്കിൽ പത്രോസ് കിടന്നുറങ്ങും. ചോദിക്കാനുള്ളതെല്ലാം ചോദിച്ചേനെ അല്ലേ, പറയാനുള്ളതെല്ലാം പറഞ്ഞേനെ അല്ലേ. പക്ഷെ ഇവൻ എന്ത് ചെയ്യാ? നല്ല ഉറക്കം. ഞാൻ പറഞ്ഞല്ലോ, വിടുതൽ കിട്ടിയിട്ട് ഇവന്
അറിഞ്ഞ്. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറ്. അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. പകരം we need to be sensitive to the presence of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ അറിഞ്ഞ് അനുഭവിച്ച് വേണം ഹല്ലേലൂയ ജീവിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. നമ്മളൊരു ഫീലിംഗ് വരാനായിട്ട് കാത്തിരിക്കുന്നവർ. നമ്മൾ രണ്ടാമത്തെ പാട്ട് പാടി അതിന്റെ അവസാനത്തെ ചരണം പാടുമ്പോൾ നമ്മൾ ഇച്ചിരി സ്പീഡിൽ കൈകൊട്ടി 4 അന്യഭാഷ പറയുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് പരിശുദ്ധാത്മാവ് വന്നുവെന്ന്. അല്ല, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ഇന്ന് രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് കൂട്ടിക്കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരാധനയുടെ മഹാത്മ്യം അറിയാത്ത എത്രയോ ആയിരങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ നിങ്ങളെയും എന്നെയും കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാനും ജാക്കോബായ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നു. ഞങ്ങൾ എല്ലാ ആഴ്ചയും പോയി എല്ലാ ദിവസവും എല്ലാ പാട്ടും എല്ലാം ഒന്ന് തന്നെയാണ്. ഒരിക്കലും ഒരു വ്യത്യാസമില്ല. ഞാൻ വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി ഇതും അതുമായിട്ട് ഒരു ബന്ധമില്ല. എൻ്റെ ഒരു കസിൻ, അദ്ദേഹം അന്ന് കോട്ടയത്തുള്ള MD സെമിനാരി പഠിക്കുന്ന കാലം എന്നോട് വന്ന് പറഞ്ഞു, എടാ മോനെ, എനിക്കൊരു മെത്രാനാകണമെന്ന് ആഗ്രഹം. നീ ഇങ്ങനെ പെന്തക്കോസ്തിലൊക്കെ പോയാൽ എനിക്ക് കാര്യം ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് നീ എന്നും പോകണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് എത്രയൊന്നും അറിയത്തില്ല, ഞാൻ പറയുന്നു. ഞാൻ അദ്ദേഹത്തോട്, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒരു മേശക്കപ്പുറം ഇരിക്കുക, എന്റെ ബൈബിൾ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, if you can that what I did was wrong based on the word of God, I'm willing to come back now. Or else, if you can prove it later, let me know. I will be coming back. പുള്ളിയുടെ മറുപടി കേൾക്കണം. It's not easy. It is hard. That is what he told me. നീ പറഞ്ഞ കാര്യം പ്രയാസമാണ്. ഞാൻ ചെയ്തത് തെറ്റിപ്പോയെന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പ്രൂവ് ചെയ്യാൻ ഒരു പുരോഹിതനാകാൻ ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് കഴിയത്തില്ല. Our conversation stopped right there. Decades later, still my offer stands. He never bothered to confront me. He is a bishop in that church. That is the kind of leading that made us so great. എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത എത്ര കാര്യങ്ങൾ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിച്ചു. രാവിലെ ജീവിതത്തിലൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച ഇമ്പോസിബിൾ കാര്യങ്ങൾ, ഇമ്പോസിബിൾ, ഒരിക്കലും മാനുഷികമായി നടക്കത്തില്ലെന്ന് വിധി എഴുതി വെച്ചിരിക്കുന്ന എത്ര കാര്യങ്ങൾ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ പറയാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തെ കർത്താവ് അത്രയ്ക്കും എന്നെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ഞാനാണ് സാക്ഷി. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള എത്ര അനുഭവങ്ങൾ പറയുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. So don't dwell on the feeling, rather remember the promise of God. This morning the Holy Spirit is reminding us that He is real, He is with you, He is brooding you, He is prompting you to do great things. All we have to do is to say amen to that. Manoj Pastor, ഈ പട്ടണത്തിൽ കർത്താവ് കൊണ്ടുവന്നു, ദൈവം എന്നെ ഉപയോഗിക്കും എന്നുള്ളതിന് ഒരു ആമേൻ പറയാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിന് അത് ചെയ്യിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളെ കുറിച്ചും എനിക്ക് അങ്ങനെ പറയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. Verse 15 says, എങ്ങനെ
രക്ഷിക്കും. ഇവൻ ഫിഗർ ഔട്ട് ചെയ്യുക അവിടെ നിന്ന്. ഇരിക്കുന്നത് എവിടെ? ഡസ്റ്റി പ്ലേസസ്. സിറ്റുവേഷൻ എന്താ? ഹോപ്പ്ലെസ്. ഇപ്പോഴും പറയുന്നത് എന്നാ? ഹൗ ക്യാൻ ഐ സേവ് ദീസ് പീപ്പിൾ? That means he still is living in a land of excuses. ഇപ്പോഴും നിൽക്കുന്നത് എവിടെയാ? എക്സ്ക്യൂസ് പറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇന്ന് രാവിലെ നമ്മളിങ്ങനെയൊക്കെ അല്ലേ? കർത്താവ് ഒരു കാര്യം നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും അത് നടക്കുന്ന കാര്യമല്ല കർത്താവ്, വേറെ ആരെങ്കിലും അന്വേഷിക്കാൻ നമ്മൾ പറയും. ഞാൻ കർത്താവിനോട് ഒരിക്കൽ പറഞ്ഞു, I don't want to be a full-time minister. ഒരിക്കലും ഒരു പൂർണ്ണ സമയ സുവിശേഷകനാകാൻ ഞാൻ റെഡിയല്ല, തയ്യാറല്ല. ഒരു ഉപാധികളും പറയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ ചെയ്തോളാമേ എന്ന് പറയട്ടെ. ദൈവത്തിന്റെ സഹായമില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല. കർത്താവ് പറയുന്നതിന് അഗൻസ്റ്റ് ആയിട്ട് പോയി രക്ഷപ്പെടാമെന്നും വിചാരിക്കട്ടെ. കാരണം ദൈവത്തിന്റെ പ്ലാൻ ഗിദെയോനെ ഒരു വാരിയറാക്കി, പോരാളിയാക്കി, യുദ്ധം ചെയ്യുന്നവനാക്കി അവനെ നിർത്താൻ വേണ്ടി. അവൻ എന്റെ കൈകളെ എന്താ ചെയ്യുന്ന? കഞ്ഞിയും കറിയും വെക്കാൻ പഠിപ്പിക്കുന്ന. He is empowering your hands, your fingers to do the fighting, isn't it? That is what the Bible says. കഞ്ഞിയും കറിയും ഒക്കെ വെക്കുന്നത് നല്ല കാര്യമാണ്. Please do. Hallelujah. എപ്പോഴെങ്കിലും സൗകര്യം എന്നെ കൂടെ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. But hallelujah, that is not the ultimate purpose of our life. നമ്മൾ ഒക്കത്തില്ലെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, I'm going to give you some training so that you can fight against the powers of darkness. എന്നെയും നിങ്ങളെ hallelujah എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് പിന്മാറാൻ പോകുമ്പോൾ കർത്താവ് പറയാ, No, I'm going to strengthen you so that you may not be able to say no to my offer. ഞാൻ പറയുന്ന ഈ ഓഫർ നോ പറയാൻ കഴിയാത്ത നിലയിലുള്ള ഒരു സാഹചര്യ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്നത്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് എനിക്ക് ഇന്ന കാര്യം വേണമെന്ന് ഒരാളിനോടും ചോദിക്കാൻ ഇടവരരുത്. Let me just tell you something. Over all these years, I never had to have asked anybody, could you please help me? മനുഷ്യരോട് ആരോടും എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കാതെ ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കർത്താവിനെ അത്ഭുതകരമായി നടത്തി. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകാം, സമയം പോകുന്നല്ലോ. ഞങ്ങളുടെ വീടിന്റെ ക്ലോസിംഗ് നടക്കുക ന്യൂയോർക്കിൽ. രാവിലെ വാക്ക് ത്രൂ ചെയ്യാൻ ഞങ്ങളുടെ റിയൽറ്റർ എൻ്റെ കൂടെ വന്നു. പോകാൻ നേരത്ത് എല്ലാം നോക്കി കണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, all the money is ready, right, to close? And I said, no. You know what he did? He signed a check without putting any amount and handed over to me and said, go deposit. Can you imagine, in a couple of hours, house have to close, and we didn't have enough money in the bank, and the closing is not going to happen. But the Lord do a miracle for me. എങ്ങനെ ഇത് നടക്കുന്നതെന്ന് എനിക്കൊരു രൂപവുമില്ല. അപ്പോഴാണ് എൻ്റെ ഈ പ്രിയ സഹോദരൻ വന്നിട്ട് ഒരു സൈൻഡ് ചെക്ക് വിതൗട്ട് പുട്ടിങ് എനി എമൗണ്ട്. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്നറിയാം, ഞാനൊരു മിടുക്കനായതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചെന്നല്ല. പകരം നിന്റെ ആവശ്യം അറിയുന്ന ഒരു ദൈവം തക്ക സമയത്ത് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു വെച്ചിരിക്കുകയാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ, ധൈര്യത്തോടെ ജീവിക്കുവാൻ. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, if there is any promises left in your life, hallelujah, I can assure you God is going to fulfill that in your life, hallelujah.
പക്ഷെ ഒരു കാര്യം ചെയ്യണം, നമ്മൾ ഇവിടെ കുത്തിയിരുന്നിട്ട് അല്ലെങ്കിൽ കർത്താവേ എന്നോട് എനിക്ക് ഒത്തിരി വാഗ്ദത്തമൊക്കെ തന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ പോരട്ടെന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഷുഡ് ബി പെർഫെക്റ്റ്. നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് കർത്താവെ ഞാനത് പ്രോസസ് ചെയ്യാം. ഇസ്രായേൽ മക്കളോട് പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ കനാന്യരും ഹിബിയരും പെരിസ്യരും ഒക്കെ പാർക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, അത് നിനക്ക് തന്നിരിക്കുക. ഇറ്റ് വാസ് ഓൾറെഡി ഡീഡഡ് ഓവർ ടു യു. നിന്റെ പേരിൽ എഴുതി തന്നിരിക്കുക. പക്ഷെ നീ എന്താ ചെയ്യണം? യു ഹാവ് ടു ഗോ ആൻഡ് പെർഫെക്റ്റ് ഇറ്റ്. ഇന്ന് രാവിലെ കർത്താവേ, എൻ്റെ ജീവിതം ഒരനുഗ്രഹമായി തീരുവാൻ, പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന തോന്നൽ പോലും ഞാൻ ഇല്ലാതെ ഞാൻ ജീവിക്കുമ്പോൾ നിന്റെ കൃപ എൻ്റെ മേൽ നൽകി എന്നെ ഏത് ലക്ഷ്യത്തിന് വേണ്ടി, ഏത് കാര്യത്തിന് വേണ്ടി നീ നിയോഗിക്കുന്നു അത് ചെയ്യുവാൻ ഞാൻ ഒരുക്കമായിരിക്കുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് ഇന്ന് രാവിലെ കഴിയും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ കാണുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ ആ വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല. ഡു നോട്ട് ക്വഞ്ച് ദ സ്പിരിറ്റ്. നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? ആത്മപ്രവർത്തനത്തെ കെടുത്താൻ പറ്റും. നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുമായിരിക്കുമല്ലോ, നാട്ടിലെ നമ്മുടെ വീട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ കെടുത്തുന്ന ഒരു പരിപാടി നമുക്കറിയാമല്ലോ, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഈ വെളിച്ചം, ഈ മണ്ണെണ്ണ വിളക്കായാലും മറ്റെന്ത് വിളക്കായാലും അത് കെടുത്തുന്നത് പോലെ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ക്വഞ്ച് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. ഇത്രയും കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയാൽ you are going to be okay. You are ready to fight. You are ready to prosper. You are ready to receive the breakthrough. എന്തിനാ ഇങ്ങനെ ഒരു വാണിങ് അപ്പോസ്തലൻ നൽകിയേ? ഇന്ന് രാവിലെ നമ്മുടെ തിങ്കിങ് മതി നമ്മുടെ ഈ ആത്മപ്രവർത്തനത്തെ സ്റ്റോപ്പ് ചെയ്യാൻ. മനസ്സിലായോ? The very same thoughts that is passing through your mind can stop the work of the Holy Spirit. You can quench the work of the Holy Spirit. You can. On the other hand, you can be filled with the power of God and do impossible things by being speaking tongues. എന്തിനാ നമ്മൾ അന്യഭാഷകൾ സംസാരിക്കുന്നത്? അന്യഭാഷകൾ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. എന്തോ സംസാരിച്ചേ? മർമ്മങ്ങളെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഹിഡൻ തിങ്സ്. ഇന്ന് രാവിലെ ഇവിടെ ഇരുന്ന് അന്യഭാഷ പറഞ്ഞവരെ എന്തോ പറഞ്ഞേ?